ET മലയാളത്തിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ മികച്ച ഓഹരികൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നാണ് ഇന്ന് പറയുന്നത്. എപ്പോഴൊക്കെ വിപണിയിൽ ഇടിവ് സംഭവിച്ചാലും ഇനി പറയുന്ന രീതികൾ സ്വീകരിക്കാവുന്നതാണ്. BDV ഫിൽട്ടർ സിസ്റ്റമാണ് ഇതിലാദ്യം. വിപണിയിലെ ചാഞ്ചാട്ടങ്ങളെ പ്രതിരോധിക്കാൻ ഈ 3 ഘടകങ്ങൾ പരിശോധിക്കുക. B എന്നാൽ ബീറ്റ, അതായത് അസ്ഥിരത തടയാൻ. വിപണിയുടെ ചലനത്തിനനുസരിച്ച് ഒരു ഓഹരി എത്രത്തോളം മാറുന്നു എന്നതാണ് ബീറ്റ സൂചിപ്പിക്കുന്നത്. ഒരു വെതർ പ്രൂഫ് പോർട്ട്ഫോളിയോയ്ക്കായി ബീറ്റ <0.8 ഉള്ള ഓഹരികൾ തിരഞ്ഞെടുക്കുക. വിപണി 2% ഇടിഞ്ഞാൽ ഇത്തരം ഓഹരികൾ അതിലും കുറഞ്ഞ ശതമാനം മാത്രമേ താഴോട്ട് പോകൂ. D ഫോർ ഡിവിഡൻഡ് ആണ്, അതായത് സ്ഥിര വരുമാനം. ഓഹരി വില വർദ്ധിക്കുന്നില്ലെങ്കിലും ലാഭവിഹിതം നൽകുന്ന കമ്പനികൾ നിക്ഷേപകർക്ക് ഒരു സുരക്ഷാ കവചമാണ്. കഴിഞ്ഞ 5 വർഷമായി കൃത്യമായി ഡിവിഡൻഡ് നൽകുന്ന കമ്പനികളെ ഇതിനായി തിരഞ്ഞെടുക്കാം. V ഫോർ വാല്യുവേഷൻ, അതായത് യഥാർത്ഥ മൂല്യം. എത്ര നല്ല കമ്പനിയാണെങ്കിലും അമിത വില കൊടുത്തു വാങ്ങുന്നത് നഷ്ടമുണ്ടാക്കും. ഒരു ഓഹരിയുടെ നിലവിലെ PE അനുപാതം അതിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ശരാശരിയുമായി താരതമ്യം ചെയ്യുക. വില കുറഞ്ഞ സമയത്ത് വാങ്ങുന്നത് കൂടുതൽ ലാഭം നൽകും. നിഫ്റ്റിയിലെ വമ്പന്മാരായ റിലയൻസ് അല്ലെങ്കിൽ HDFC ബാങ്ക് പോലുള്ള ഓഹരികൾ അവയുടെ 5 വർഷത്തെ ശരാശരി PEയേക്കാൾ താഴെയാണോ എന്ന് നോക്കുക. അത് നല്ലൊരു വാങ്ങൽ അവസരമാണ്. ഡിഫൻസീവ് സെക്ടേഴ്സ് ഇത്തരം വിപണി ഇടിവുകളിൽ പരിഗണിക്കാവുന്നതാണ്. മഴ പെയ്യുമ്പോൾ കുട പിടിക്കുന്നത് പോലെയാണ് വിപണി വീഴുമ്പോൾ ഡിഫൻസീവ് സെക്ടറുകളിൽ നിക്ഷേപിക്കുന്നത്. FMCG, ഫാർമ പോലുള്ള സെക്ടറുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. സാമ്പത്തിക മാന്ദ്യം വന്നാലും ആളുകൾ സോപ്പും മരുന്നും വാങ്ങാതിരിക്കില്ലല്ലോ. അതിനാൽ ഈ മേഖലയിലെ ഓഹരികൾ വലിയ തകർച്ച നേരിടാനുള്ള സാധ്യത കുറവാണ്. വിപണിയുടെ തകർച്ചയിൽ അണ്ടർവാല്യൂഡ് ആയ ഓഹരികൾ നോക്കുന്നതാണ് എപ്പോഴും ഉചിതം. ഇത് കണ്ടുപിടിക്കാനുള്ള സൂത്രങ്ങൾ നോക്കാം. ഒന്നാമത്തേത് PE റേഷ്യോ വേഴ്സസ് ഹിസ്റ്റോറിക്കൽ ആവറേജ്, അതായത് വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം നോക്കുക. ഒരു ഓഹരിയുടെ നിലവിലെ PE അതിന്റെ കഴിഞ്ഞ 5 അല്ലെങ്കിൽ 10 വർഷത്തെ ശരാശരി PEയുമായി താഴെയാണോ എന്ന് നോക്കുക. എന്തുകൊണ്ടെന്നാൽ വിപണി തകരുമ്പോൾ നല്ല കമ്പനികളുടെ പോലും PE താഴോട്ട് വരാം. ഇത് അവയെ ആകർഷകമാക്കുന്നു. എന്നാൽ സെക്ടറിലെ മറ്റ് കമ്പനികളുമായും ഇത് താരതമ്യം ചെയ്യണം. രണ്ടാമത് പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. ഓഹരി വിലയെ അതിന്റെ ബുക്ക് വാല്യൂവുമായിട്ട്, അതായത് കമ്പനിയുടെ ആസ്തികളുമായി താരതമ്യം ചെയ്യുന്ന രീതിയാണിത്. ബാങ്കിങ്, മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലയിൽ PB റേഷ്യോ വളരെ പ്രധാനമാണ്. PB റേഷ്യോ <1.5 ആണെങ്കിൽ ആ ഓഹരി അതിന്റെ യഥാർത്ഥ ആസ്തി മൂല്യത്തെക്കാൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്, അതായത് അണ്ടർവാല്യൂഡ് ആവാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തേത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ തന്നെയാണ്. കമ്പനിക്ക് എത്രത്തോളം കടം ഉണ്ട് എന്നത് ഇതിലൂടെ മനസ്സിലാക്കാം. എന്തുകൊണ്ടെന്നാൽ വിപണി തകരുമ്പോൾ കടം കൂടിയ കമ്പനികൾ തകരാൻ സാധ്യത കൂടുതലാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ <1, കഴിയുമെങ്കിൽ 0.5 താഴെയുള്ള കമ്പനികൾ തിരഞ്ഞെടുക്കുന്നതാണ് സുരക്ഷിതം. ഇവയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്തുണ്ടാകും. ഈ കാര്യങ്ങൾ ഇതിനു മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. അതിനാൽ ഇതിന്റെ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതിൽ ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. ഇനി നാലാമത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. കമ്പനിയുടെ ലാഭം ഉപയോഗിച്ച് കടത്തിന്റെ പലിശ അടക്കാൻ സാധിക്കുമോ എന്ന് ഇത് കാണിക്കുന്നു. ICR <3 ആണെങ്കിൽ കമ്പനി സുരക്ഷിതമാണ്. വിപണി മോശമായാലും പലിശ അടക്കാൻ പ്രയാസമില്ലാത്ത കമ്പനികൾ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകും. അഞ്ചാമത്തത്, അതായത് ഏറ്റവും പ്രധാനമായത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. ബെഞ്ചമിൻ ഗ്രഹാം അവതരിപ്പിച്ച ഈ ആശയപ്രകാരം ഒരു ഓഹരിയുടെ യഥാർത്ഥ മൂല്യത്തെക്കാൾ, അതായത് ഇൻട്രിൻസിക് വാല്യൂവിനേക്കാൾ 20 മുതൽ 30% കുറഞ്ഞ വിലയിൽ അത് ലഭ്യമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി ലഭിക്കുന്നു. ഇത് ശ്രദ്ധിക്കുന്നത് വഴി വിപണി ഇനിയും കുറഞ്ഞാലും നിങ്ങളുടെ നിക്ഷേപത്തിന് വലിയ ആഘാതം ഏൽക്കാതിരിക്കാൻ ഈ ഡിസ്കൗണ്ട് സഹായിക്കും. ഇന്ന് നമുക്ക് ഈ ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി എന്നത് ഓഹരി നിക്ഷേപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഒന്നാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു വസ്തു അതിന്റെ യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക്, അഥവാ ഡിസ്കൗണ്ടിന് വാങ്ങുന്ന രീതിയാണിത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി ഇനി പറയുന്ന ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ബെഞ്ചമിൻ ഗ്രഹാം തന്നെ നൽകിയ ഒരു ഉദാഹരണമാണിത്. ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് 10,000 കിലോ ഭാരം താങ്ങാനാണെന്ന് കരുതുക. എന്നാൽ ആ പാലത്തിലൂടെ പരമാവധി 8,000 കിലോ ഭാരമുള്ള വണ്ടികൾ മാത്രമേ പോകാൻ അനുവാദമുള്ളൂ എങ്കിൽ അവിടെ ബാക്കി വരുന്ന 2,000 കിലോ ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. വണ്ടിയുടെ ഭാരം അളക്കുന്നതിൽ ചെറിയ തെറ്റുകൾ സംഭവിച്ചാലും പാലം തകരില്ല എന്ന് അത് ഉറപ്പാക്കുന്നു. ഓഹരി വിപണിയിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഓഹരി വിപണിയിൽ 2 തരം വിലകളുണ്ട്. ഒന്ന് ഇൻട്രിൻസിക് വാല്യൂ. കമ്പനിയുടെ ആസ്തികൾ, ലാഭം, ഭാവിയിലെ വളർച്ച എന്നിവ കണക്കിലെടുത്ത് ആ ഓഹരിക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കേണ്ട വിലയാണിത്. മാർക്കറ്റ് പ്രൈസ് ആണ് രണ്ടാമത്തേത്, അതായത് വിപണി വില. നിലവിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ ഓഹരി വിൽക്കപ്പെടുന്ന വിലയാണിത്. മാർജിൻ ഓഫ് സേഫ്റ്റി കണക്കാക്കുന്നത് ഇൻട്രിൻസിക് വാല്യൂ മൈനസ് മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പോൾ എന്താണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഓഹരിയുടെ യഥാർത്ഥ വാല്യൂ എന്നാണ് സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രിൻസിക് വാല്യൂവിന്റെ ഡെഫിനിഷൻ. ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ഒരു വീട് വാങ്ങാൻ പോകുന്നു എന്ന് കരുതുക. ആ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് 50 ലക്ഷം രൂപയാണ്. ഇതാണ് നിലവിലെ വിപണി വില.
നിങ്ങൾ ആ വീട് പരിശോധിക്കുന്നു. അവിടുത്തെ ഭൂമിയുടെ വില, കെട്ടിടം പണിയാൻ എടുത്ത ചെലവ്, ആ വീട് വാടകയ്ക്ക് കൊടുത്താൽ മാസം കിട്ടുന്ന വരുമാനം എന്നിവയൊക്കെ കണക്കാക്കുമ്പോൾ ആ വീടിന് 40 ലക്ഷം രൂപയുടെ മൂല്യമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇവിടെ 40 ലക്ഷം രൂപയാണ് ആ വീടിന്റെ ഇൻട്രിൻസിക് വാല്യൂ. നിങ്ങൾ 50 ലക്ഷം നൽകി അത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ യഥാർത്ഥ വിലയേക്കാൾ കൂടുതൽ നൽകുന്നു എന്നാണ് അർത്ഥം. ഓഹരി വിപണിയിൽ ഇത് എങ്ങനെയാണ്? ഒരു കമ്പനിയുടെ ഓഹരി വില വിപണിയിലെ താൽക്കാലികമായ വാർത്തകൾ, ആളുകളുടെ പേടി അല്ലെങ്കിൽ ആവേശം എന്നിവ കാരണം കൂടുകയും കുറയുകയും ചെയ്യാം. എന്നാൽ കമ്പനിയുടെ യഥാർത്ഥ മൂല്യം ചില കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കമ്പനി ഭാവിയിൽ എത്രത്തോളം പണം ഉണ്ടാക്കുമെന്ന് വ്യക്തമാക്കുന്ന ക്യാഷ് ഫ്ലോ, കമ്പനിയുടെ കൈവശം എത്രത്തോളം കെട്ടിടങ്ങളും യന്ത്രങ്ങളും പണവും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന അസറ്റ്സ്, കമ്പനിയുടെ ലാഭം ഓരോ വർഷവും എത്രത്തോളം വളരുമെന്ന് മനസ്സിലാക്കി തരുന്ന ഏർണിംഗ്സ് ഗ്രോത്ത് എന്നിവയാണ് ആ കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പനി അതിന്റെ ആയുസ് മുഴുവൻ എത്ര ലാഭം ഉണ്ടാക്കുമോ അതിന്റെ ഇന്നത്തെ വിലയാണ്, അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ആണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് വിളിക്കുന്നത്. ഇത് എങ്ങനെ പരിശോധിക്കാം? സാധാരണക്കാർക്ക് ഇത് കണക്കാക്കാൻ പ്രയാസമായതുകൊണ്ട് പ്രമുഖ നിക്ഷേപകനായ ബെഞ്ചമിൻ ഗ്രഹാം നൽകിയ ലളിതമായ ഒരു സൂത്രവാക്യമുണ്ട്. എന്തിനാണ് ഇത് നോക്കുന്നത്? വിപണി തകരുമ്പോൾ, അതായത് മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ പല നല്ല കമ്പനികളുടെയും വിപണി വില അവരുടെ യഥാർത്ഥ മൂല്യത്തെക്കാൾ താഴെ പോകും. മാർക്കറ്റ് പ്രൈസ് ലെസ് ദാൻ ഇൻട്രിൻസിക് വാല്യൂ ആണെങ്കിൽ ഈ സമയത്താണ് നമ്മൾ ഓഹരികൾ വാങ്ങേണ്ടത്. ഇതിനെയാണ് അണ്ടർ വാല്യൂഡ് എന്ന് വിളിക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് ഗ്രേറ്റർ ദാൻ ഇൻട്രിൻസിക് വാല്യൂ ആണെങ്കിൽ കമ്പനി എത്ര നല്ലതാണെങ്കിലും വില കൂടുതലാണ്, അതായത് ഓവർ വാല്യൂഡ് ആണ്. ഇനി മാർജിൻ സേഫ്റ്റി മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഒരു കമ്പനിയെ കുറിച്ച് പഠിച്ചു, അതിന്റെ യഥാർത്ഥ മൂല്യം 100 രൂപയാണെന്ന് കണ്ടെത്തുന്നിരിക്കട്ടെ. എന്നാൽ വിപണി ഇടിയുന്ന സമയത്ത് ആ ഓഹരി 70 രൂപയ്ക്ക് ലഭ്യമായി. ഇവിടെ നിങ്ങൾക്ക് 30 രൂപ മാർജിൻ ഓഫ് സേഫ്റ്റി ലഭിക്കുന്നു. നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടുള്ള പ്രധാന പ്രയോജനം തെറ്റുകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. ഒരു കമ്പനിയുടെ ഭാവി ലാഭം കണക്ക് കൂട്ടുന്നതിൽ നമുക്ക് തെറ്റുപറ്റാം. എന്നാൽ നമ്മൾ വലിയൊരു ഡിസ്കൗണ്ടിൽ, അതായത് മാർജിൻ ഓഫ് സേഫ്റ്റിയിൽ ഓഹരി വാങ്ങിയാൽ നമ്മുടെ കണക്ക് കൂട്ടലിൽ അല്പം തെറ്റിയാലും വലിയ നഷ്ടം സംഭവിക്കില്ല. വിപണിയിലെ ഇടിവ് തന്നെയാണ് മറ്റൊരു ഘടകം. വിപണി ഇനിയും താഴോട്ട് പോയാലും നിങ്ങൾ നേരത്തെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയതിനാൽ നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമായിരിക്കും. കൂടുതൽ ലാഭം ലഭിക്കുമെന്നത് മറ്റൊരു പ്രയോജനമാണ്. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നത് ഭാവിയിൽ വലിയ ലാഭം അഥവാ മൾട്ടിബാഗ് റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. എങ്ങനെ ഇൻട്രിൻസിക് വാല്യൂ എളുപ്പത്തിൽ കണ്ടെത്താം? യഥാർത്ഥ മൂല്യം കണക്കാക്കാൻ സങ്കീർണമായ സൂത്രവാക്യങ്ങൾ, അതായത് DCF മോഡൽ പോലുള്ളവ ഉണ്ടെങ്കിലും സാധാരണക്കാർക്ക് screener.in പോലുള്ള സൈറ്റുകളിൽ ഗ്രഹാം നമ്പർ പരിശോധിക്കാവുന്നതാണ്. മാർക്കറ്റ് പ്രൈസ് ലെസ് ദാൻ ഗ്രഹാം നമ്പർ ആണെങ്കിൽ അവിടെ ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ടെന്ന് പ്രാഥമികമായി കരുതാം. എന്നാൽ ഇത് അന്തിമമാക്കരുത്. അങ്ങനെ പറയാനും കാരണമുണ്ട്. നമുക്ക് റിലയൻസിന്റെ ഇൻട്രിൻസിക് വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. ഓഹരിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ TTM 61.49 ബുക്ക് വാല്യൂ 648 രൂപയുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഗ്രഹാം നമ്പർ 946.85 ആയിട്ട് ഏകദേശം വരും. നിലവിലെ വില 1404 രൂപ റേഞ്ചിലാണ്. ഇത് ഗ്രഹാം നമ്പറിനേക്കാൾ കൂടുതലാണ്. അതേസമയം പ്യുവർ വാല്യൂ ഇൻവെസ്റ്റിംഗ് രീതിയിൽ നോക്കിയാൽ റിലയൻസ് ഇപ്പോൾ അതിന്റെ ആസ്തികളെക്കാളും ലാഭത്തെക്കാളും ഏകദേശം 1.48 മടങ്ങ് വിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗ്രഹാം നമ്പറിനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ഇവിടെ മാർജിൻ ഓഫ് സേഫ്റ്റി ലഭ്യമല്ല. ഇപ്പോൾ റിലയൻസ് വാങ്ങുന്നത് മോശമാണോ? ഇവിടെയാണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഗ്രഹാം നമ്പർ എന്നത് വളരെ പഴയതും കൺസർവേറ്റീവുമായിട്ടുള്ള ഒരു രീതിയാണ്. റിലയൻസ് പോലുള്ള ഗ്രോത്ത് സ്റ്റോക്സ്, അതായത് വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾ സാധാരണയായി അവയുടെ ഗ്രഹാം നമ്പറിനേക്കാൾ ഉയർന്ന വിലയിലാണ് ട്രേഡ് ചെയ്യാറുള്ളത്. റിലയൻസിനായി നമ്മൾ മറ്റു ചില പാരാമീറ്ററുകൾ കൂടി നോക്കാം. ഓഹരിയുടെ ഇപ്പോഴത്തെ PE ഏകദേശം 24 ആണ്. റിലയൻസിന്റെ 5 വർഷത്തെ ശരാശരി PE ഏകദേശം 25 to 28 ആണ്, അതായത് ശരാശരി PEയേക്കാൾ താഴെയാണ്. ഇത് നല്ലൊരു സൂചനയാണ്. പ്രൈസ് ടു ബുക്ക് 2.16 ആണ്. ഒരു വലിയ കമ്പനിക്ക് PB റേഷ്യോ 2 വരുന്നത് മോശമൊന്നുമല്ല. റിലയൻസ് 947 എത്താൻ വിപണിയിൽ വലിയൊരു തകർച്ച തന്നെ ഉണ്ടാകണം. എന്നാൽ നിലവിലെ വിലയായ 1404 എന്നത് അതിന്റെ 5 വർഷത്തെ ശരാശരി വാല്യൂവിനേക്കാൾ താഴെയാണ്. നിങ്ങളൊരു വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ വില ഇനിയും താഴാൻ കാത്തിരിക്കാം. നിങ്ങളൊരു ഗ്രോത്ത് ഇൻവെസ്റ്റർ ആണെങ്കിൽ ശരാശരി PEയേക്കാൾ കുറഞ്ഞ ഈ വിലയിൽ കുറച്ച് ഓഹരികൾ കൂടി വാങ്ങാവുന്നതാണ്, അതായത് അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ BDV ഫിൽട്ടർ പ്രകാരം റിലയൻസ് ഓഹരിയെ വിലയിരുത്താം. റിലയൻസിന്റെ ബീറ്റ ഏകദേശം 1 ഇത് ഒരു പക്കാ ഡിഫൻസീവ് സ്റ്റോക്ക് അല്ല, കാരണം നിഫ്റ്റിയെ നയിക്കുന്നത് തന്നെ റിലയൻസ് ആണ്. നിഫ്റ്റി വീഴുമ്പോൾ റിലയൻസും വീഴാൻ സാധ്യതയുണ്ട്.
ഡിവിഡൻഡ് നോക്കിയാൽ റിലയൻസ് സ്ഥിരമായി ഡിവിഡൻഡ് നൽകാറുണ്ട്, പക്ഷേ അതൊരു ഹൈ ഡിവിഡൻഡ് സ്റ്റോക്ക് അല്ല. ഏകദേശം 0.8 to 1% മാത്രമാണുള്ളത്. വാല്യുവേഷൻ നോക്കിയാൽ ഇവിടെയാണ് ഇപ്പോൾ ആകർഷകമായി തുടരുന്നത്. 1400 രൂപ റേഞ്ച് എന്നത് റിലയൻസിനെ സംബന്ധിച്ച് ചരിത്രപരമായി നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. വിപണിയിലെ ഏത് തകർച്ചയും ഒരു നിക്ഷേപകന്റെ കണ്ണിലൂടെ നോക്കിക്കാണാൻ ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. ഇനി സ്വയം പഠിച്ചും ഇത്തരം പാരാമീറ്ററുകൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് മികച്ച ഓഹരികൾ കണ്ടെത്താവുന്നതാണ്.